സഭാ കേസിൽ അനുരഞ്ജനം അല്ലെങ്കിൽ അവസാനിക്കാത്ത വ്യവഹാരമെന്നാണ് മുൻ സഭ വൈദിക ട്രസ്റ്റി എം.ഒ. ജോണച്ചൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. മലങ്കര സഭാ കേസ് സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വിധിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അനന്തമായ വ്യവഹാരത്തിന്റെ സാധ്യതകൾ ഈ കോടതി വിധിയിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കോടതി വിധി വ്യാഖ്യാനിക്കുന്നതിൽ എല്ലാവരും സമർത്ഥരാണ്. ഈ കോടതി വിധി തങ്ങളുടെ വിജയമായും മറുവിഭാഗത്തിന്റെ പരാജയമായും ഇരു കൂട്ടരും അവകാശപ്പെടുന്നുമുണ്ട്. കോടതി വിധി വന്ന അടുത്ത മണിക്കൂറുകളിൽ തന്നെ പാത്രിയാർക്കീസ് വിഭാഗത്തിൽ നിന്നുള്ള വിശ്വാസികൾ മുളന്തുരുത്തി, പിറവം തുടങ്ങിയ പള്ളികളുടെ മുൻപിൽ ആഹ്ലാദ പ്രകടനമായി എത്തി. 114 വർഷത്തിലധികമായി മലങ്കര സഭയ്ക്കുള്ളിൽ വ്യവഹാരം ആരംഭിച്ചിട്ട്. അതിനുശേഷം അനേക പിതാക്കന്മാരും സമുദായ പ്രമാണികളും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇനിയും 100 അതിൽ അധികമോ വർഷം കേസ് പറയാനുള്ള മനസ്ഥിതിയിലാണ് ഇപ്പോഴും പലരും. അതിനുള്ള വ്യക്തമായ സാധ്യതകൾ ഈ കോടതി വിധിയിലുണ്ട്. കേസിനു പകരം അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും പാത തുറക്കുവാൻ ഇരു കൂട്ടരും തയ്യാറാവുന്നില്ലെങ്കിൽ തലമുറകൾ നീണ്ടു നിൽക്കുന്ന വ്യവഹാരമായിരിക്കും ഫലം എന്നതിന് യാതൊരു സംശയവുമില്ല. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയും പരിശുദ്ധ കാതോലിക്ക ബാവയും ശ്രേഷ്ഠ കാതോലിക്ക ബാവയും ഒരുപോലെ സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതല്ലാതെ സമാധാനത്തിനുള്ള പ്രായോഗിക മാർഗം നിർദ്ദേശിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. സമാധാനം വേണോ, അനന്തമായ വ്യവഹാരങ്ങൾ വേണോ എന്നത് മാത്രമാണ് മലങ്കര സഭയുടെ മുമ്പിലുള്ള ഒരേയൊരു ചോദ്യമെന്നും എം.ഒ. ജോണച്ചൻ പറഞ്ഞു വെക്കുന്നു. എം.ഒ. ജോണച്ചന്റെ അഭിപ്രായം ശരിയല്ലേ? ഇനിയും നൂറ്റാണ്ടുകൾ നീണ്ടുപോകുന്ന രീതിയാണ് കാണുന്നത്. ഇത് തീർക്കാനുള്ള പ്രായോഗിക ചിന്തയാണ് വേണ്ടത്. ആർക്കും അഭിപ്രായം പറയാൻ പറ്റും, അഭിപ്രായം പറയുന്നുമുണ്ട്. ഇരു കരയ്ക്കുമിരുന്ന് ഡയലോഗ് വിടുന്നതല്ലാതെ ഇതെങ്ങനെ തീർക്കാമെന്ന ഒരു നിർദ്ദേശമോ അഭിപ്രായമോ ആരും പറയുന്നില്ല.